F1 ദി മൂവി. ഈ സിനിമ ഫോർമുല 1 ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറയും. കാരണം ഇത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫോർമുല 1ൻ്റെ ഭയങ്കര ഡൈഹാർഡ് ഫാൻസിന് അഡ്രിനാലിൻ റഷോ, ഗൂസ് ബംസോ എന്തൊക്കെയോ ഫീൽ ഉണ്ടാകും. കാരണം നമ്മൾ ഇത്രയും കാലം ഫോണിലും ടി വിയിലും കണ്ടുകൊണ്ടിരുന്ന സാധനം 2-2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ നമ്മളുടെ റിയൽ ഡ്രൈവേഴ്സ് ഈ ഒരു സിനിമയിലുണ്ട്. അവർക്ക് ഭയങ്കര വലിയ ഈ പറയുന്ന റോളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അവരെല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഒറിജിനൽ ട്രാക്കിൽ വെച്ചിട്ട് ഈ പറയുന്ന എല്ലാ ഗ്രാൻഡ് പ്രീ നടക്കുന്നതിന് ഇടയ്ക്കാണ് ഇവർ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസർ പ്ലസ് ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണെന്നുള്ളതാണ്. പക്ഷേ ഹാമിൽട്ടനെ കുറച്ച് സമയം കാണിക്കുന്നുള്ളൂ. പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വെർസ്റ്റാപ്പനെയാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. ഒരു കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് താഴെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ സംഭവമാണ് ഈ ഒരു സിനിമ. ഐമാക്സിൽ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐമാക്സിൽ കാണുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. കാരണം അത്രയും വലിയ സ്ക്രീൻ, അത്രയും കിടിലൻ സൗണ്ട് സിസ്റ്റം ഒക്കെ ആവുന്ന സമയത്ത് ഇവൻ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു റോറിങ് സൗണ്ട് ഉണ്ട്. ആ റബ്ബ് എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളത്. നമ്മളൊരു റിയൽ F1 കാറിൽ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഈ സിനിമയുടെ ഡയറക്ടർ ജോസഫ് കൊസൻസ്കി, പുള്ളി അറിയാമല്ലോ, പുള്ളി എടുത്ത സിനിമകളെല്ലാം ബെസ്റ്റ് സിനിമകളാണ്. ഫോർ എക്സാമ്പിൾ അവസാനം എടുത്തത് ടോപ്പ് ഗൺ മാവറിക് ആണ്. പിന്നെ ഒബ്ലീവിയൻ പുള്ളിയുടേതാണ്, ട്രോൺ പുള്ളിയുടേതാണ്. എല്ലാം കിടിലൻ സിനിമകളാണ്. അപ്പം ഈ ഒരു സിനിമയിലും ആ ഒരു ഡയറക്ടറിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക് അറിയാം, ഫോർമുല 1ൻ്റെ തന്നെ ആ ഒരു മ്യൂസിക് ഹാൻസ് സിമ്മറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്ര ഒരു ലെജൻഡറി ആള് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് നമുക്ക് ഭയങ്കര ഗൂസ് ബംസും കുറേ അഡ്രിനാലിൻ റഷും നമുക്കിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ സംഭവം ഉണ്ടെന്നുള്ളതാണ്. ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഫോർഡ് വേഴ്സസ് ഫെറാറി, റഷ് ആയിട്ടൊക്കെയാണ്. പക്ഷെ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമയല്ല. ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം എടുത്തു വെച്ചിട്ടുള്ള സിനിമ. ബ്രാഡ് പിറ്റിൻ്റെ ആ ഒരു അഭിനയം അത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ ഇൻകാർ സംഭവങ്ങളുണ്ട്. അതായത് കാറിനകത്തൊരു ഡ്രൈവർ എങ്ങനെ ബിഹേവ് ചെയ്യണം, കോർണർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ സാധനമൊക്കെ. പിന്നെ ഈ 20 കാറുകളുടെ കൂടെയുള്ള സംഭവം ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം. കുറേ പണിയെടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ അധികം വിഷ്വൽസ് ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അത് ഫോർമുല 1 ഫാൻസിന് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഫോർമുല 1 ഇഷ്ടമല്ല എന്ന് പറയുന്നത്, അതായത് ഫോർമുല 1 ഈ പറയുന്ന പോലെ കുറേ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ 20 ഡ്രൈവേഴ്സ് ഒരു സർക്കിളിന് ചുറ്റും വണ്ടി ഓടിക്കുന്നതാണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സോടല്ലേ നിൽക്കുക. അപ്പം അവരെ നിങ്ങൾ സിനിമ കൊണ്ട് കാണിക്കുക. അപ്പോൾ അവർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അവർ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല 1ൻ്റെ ഫാനാവും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഫോർമുല 1 എന്ന് പറയുന്ന സാധനം ഡ്രൈവർമാരെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതിനകത്തെ ഒരു ടീം വർക്കാണ്. ഈ ടീമിലുള്ള എൻ്റർ ടീമിലുള്ള ആളുകളും ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു നല്ല ടീമും നല്ലൊരു കാറും വരുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു F1 ടീം വരിക എന്ന് പറയുന്നത് ഈ സിനിമയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ ഈ പറയുന്ന ഒന്നാമത് ഇരിക്കുന്ന ആൾ ചിലപ്പോൾ 20ാമത് പോകും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സമയത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഗെയിം, ലോകത്തിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിം, അല്ലെങ്കിൽ സ്പോർട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മില്യൺസ്, 100 മില്യൺ, 200 മില്യൺ ഒക്കെയാണ് ഓരോ ഗെയിം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗ്രാൻഡ് പ്രീ കഴിയുമ്പോഴും ഒരു ടീമിന് തന്നെ ചിലവാകുന്നു. അപ്പം ഒരു കാർ ഇടിച്ചാൽ പോകുന്ന മില്യൺസിൻ്റെ കണക്കൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒരു സ്പോർട്ട് അതെങ്ങനെ ഇവർ ഒരു സിനിമയാക്കി വെച്ചിട്ടുണ്ട്. അത് വിഷ്വൽ എക്സ്പീരിയൻസ് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടില്ലെങ്കിൽ ലയിച്ച് ഇങ്ങനെ ഒരു F1 റേസ് കാണുന്നത് പോലെ. ഇപ്പം ഡ്രൈവ് ടു സർവൈവ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഗെയിം നടക്കുന്ന സമയത്ത്, റിയൽ റേസ് നടക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിൻ്റെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നതാണ്. എന്താണ് റിയൽ F1 എന്നുള്ളത് അതിനകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയിൽ ഈ അപ്പെക്സ് എന്ന് പറയുന്ന ടീമിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ടീമും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലിങ്ങി കഥ, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ ഈ പറയുന്ന ഒരു നായകൻ ബേസ്ഡ് സിനിമ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, അതേപോലെ തന്നെ ഈ ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മറ്റവരെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും ഭയങ്കര രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ഡ്രൈവേഴ്സിനകത്തുണ്ട്. ഇപ്പം മാക്സ് വെർസ്റ്റാപ്പൻ ഉണ്ട്, ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ട്, എല്ലാവരും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു എക്സ്പ്രഷൻ പരിപാടികൾ ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് F1 ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്കിത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഈ ഒരു സിനിമ. കാരണം അവസാനം F1 ഫാൻ ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. ഇത് അനൗൺസ് ചെയ്ത കാലം തൊട്ട്, അതായത് ഈ കഴിഞ്ഞ വർഷം, അതായത് ലൂയിസ് മെർസിഡീസിലുള്ള സമയത്താണ്. അപ്പം അന്ന് നമ്മൾ F1 കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാം അവിടെ ഉണ്ട്. ബ്രാഡ് പിറ്റ് ഉൾപ്പെടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം
ഇതിൻ്റെ ഷൂട്ടിങ് റേസ് നടക്കുന്ന സമയത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നേ നമ്മൾ ഇതെന്തായിരിക്കും ഇവർ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വേറെ ലെവൽ വിഷ്വൽ എക്സ്പീരിയൻസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്റ്റോറി വൈസ് ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, അത് ഇനി നിങ്ങൾ എന്ത് ടി വിയിൽ എന്ത് ഹോം തിയേറ്റർ വെച്ച് കണ്ടെന്ന് പറഞ്ഞാലും കുറേയധികം ഫോർമുല 1 ഫാൻസിൻ്റെ കൂടെ നമ്മളൊരു തിയേറ്ററിൽ ഇരുന്ന് കാണി അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ സിനിമ കാണാൻ വന്നിട്ടുള്ള എല്ലാവരും ഫോർമുല 1 ഫാൻസ് ആണെന്നുള്ളത് നമുക്ക് തിയേറ്ററിലെ ഓരോ റിയൽ ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ കാണിക്കുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻസ് ചെയ്യുമെന്ന് മനസ്സിലായി എല്ലാം ഫോർമുല 1 ഫാൻസ് ആണെന്നുള്ളത്. ഗംഭീര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ലെവല് സിനിമ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നി ഈ സിനിമയെ പറ്റിയിട്ട്. അങ്ങനെയാണ് ചില സിനിമകൾ നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഐമാക്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റത്തോട് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സംഭവമാണ്. ആപ്പിൾ ടി വി ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വെച്ചിട്ട് ആപ്പിൾ ടി വിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സിനിമ വരുമ്പോഴും മേ ബി അവരിത് ആ സിനിമയിൽ ആ ഒരു സ്പെഷ്യൽ വേർഷൻ ഇറക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. 2.5 മണിക്കൂർ കയ്യിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടി. എന്തായാലും സിനിമ ആസാൻ F1 ഫാൻ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയാം.